ഇസ്രായേലും ഹമാസും തമ്മിൽ ഉരുത്തിരിഞ്ഞ വെടിനിർത്തൽ കരാർ അനുസരിച്ച് ഇസ്രായേൽ തടവറയിൽ നിന്ന് മോചിപ്പിക്കുന്ന തടവുകാർ കൊടും കുറ്റവാളികളും ക്രിമിനലുകളും ആണെന്നിരിക്കെ ഇവരുടെ അനന്തര നടപടികൾ എന്തെന്നോ ഇവർ എങ്ങോട്ട് പോകുന്നെന്നോ തികച്ചും അജ്ഞാതമായതിനാൽ ഇവരെ നാടുകടത്തണമോ അതോ ഇസ്രായേലിന് നിരീക്ഷിക്കത്തക്ക നിലയിൽ ഇവരെ വെസ്റ്റ് ബാങ്കിലും ഗാസയിലും തങ്ങാൻ അനുവദിക്കണമോ എന്ന കാര്യം ഇസ്രായേൽ ഗൗരവമായി ചർച്ച ചെയ്യുകയാണിപ്പോൾ. എന്തായാലും ഇവർ ഇസ്രായേലിന് കടുത്ത പ്രതിസന്ധിയായി മാറിയേക്കുമെന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഇസ്രായേൽ ഇപ്പോൾ മോചിപ്പിക്കുന്ന തടവുകാരിൽ പ്രമുഖ തീവ്രവാദ കുറ്റവാളികളായ സക്കറിയ സുബൈദി, മഹ്മൂദ് അദല്ല, അഹമ്മദ് ബർഗൂത്തി എന്നിവരും ഉൾപ്പെടുന്നുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. വിട്ടയക്കപ്പെടുന്ന സക്കറിയ സുബൈദി എന്ന ഭീകരൻ ജെന്നിനിലെ ഭീകര സംഘടനയായ അൽ-അക്സ രക്തസാക്ഷി ബ്രിഗേഡുകളുടെ തലവനായിരുന്നു. രണ്ടാം ഇൻതിഫാദയുടെ സമയത്ത് ഇയാൾ നിരവധി ആക്രമണങ്ങൾ നടത്തുകയും ഇസ്രായേലിന്റെ പിടിയിലാകുന്നതിന് തൊട്ടുമുൻപ് ഗിൽബോവയിലെ ജയിലിൽ നിന്ന് ചാടി രക്ഷപ്പെടുകയും ചെയ്ത ഭീകരനാണ്. മറ്റൊരു ഭീകരനായ മഹ്മൂദ് അദല്ലയാകട്ടെ ഇസ്രായേലുമായി ഇടപഴകിയതിന് ഒരു പാലസ്തീൻ യുവതിയെ കൊന്ന കുറ്റത്തിന് ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കുകയും ഗിൽബാവോ ജയിലിലെ വനിതാ ഗാർഡുകളെ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയതിനും ഇയാൾക്കെതിരെ കേസുണ്ട്. രണ്ടാം ഇൻതിഫാദയിൽ തന്നെ 12 ഇസ്രായേലികളെ കൊല്ലുകയും ഭീകരാക്രമണങ്ങൾ നടത്തുകയും ചെയ്തതിന് 13 ജീവപര്യന്തം ലഭിച്ചിട്ടുള്ള ഭീകരനാണ് അഹമ്മദ് ബർഗൂട്ടി. ഇവരുടെയൊക്കെ പശ്ചാത്തലം ഇപ്രകാരമായതിനാലാണ് ഇവരെ മോചിപ്പിക്കുന്നത് ഇസ്രായേലിന് കടുത്ത പ്രതിസന്ധിയാകുമെന്ന വാർത്തകൾ പ്രചരിക്കുന്നത്. ഇടപാടിന്റെ രണ്ടാം ഘട്ടത്തിൽ ഇസ്രായേൽ ജയിലിൽ നിന്ന് മോചിക്കപ്പെടുമെന്ന് പ്രമുഖ ഭീകര കുറ്റവാളികളായ ബർഗൂത്തിയുടെയും അഹമ്മദ് സാദത്തിന്റെയും കുടുംബങ്ങൾക്ക് ഹമാസ് മുമ്പ് തന്നെ വാഗ്ദാനം ചെയ്തെന്നുമാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. അതായത് നിരപരാധികളായ ബന്ദികൾക്ക് പകരം ഹമാസിന് വേണ്ടത് കൊടും കുറ്റവാളികളെ. ഇത്തരത്തിൽ ഏറ്റവും കഠിനമായ തീവ്രവാദ കുറ്റവാളികളെ മോചിപ്പിക്കുമ്പോൾ അവരെ വെസ്റ്റ് ബാങ്ക്, ഗാസ, കിഴക്കൻ ജെറുസലേം എന്നിവിടങ്ങളിലേക്ക് മടങ്ങാൻ അനുവദിക്കണമോ അതോ അവരെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന രാജ്യങ്ങളിലേക്ക് അവരെ നാടുകടത്തണമോ എന്ന കാര്യം ഇപ്പോൾ ഇസ്രായേൽ ഗൗരവമായി തന്നെ ചർച്ച ചെയ്യുകയാണ്. ഗാസയിലേക്ക് തിരികെ വിട്ടാൽ ഇസ്രായേലിന് അവരെ സൂക്ഷ്മമായി നിരീക്ഷിക്കാൻ കഴിയുമെങ്കിലും ഇത്തരം വെറ്ററൻ ഭീകരന്മാർ എളുപ്പത്തിൽ ഇസ്രായേലിലേക്ക് നുഴഞ്ഞുകയറാനുള്ള സാധ്യതകൾ ശക്തമാണ്. അത്തരം അനുഭവങ്ങൾ മുമ്പും ഉണ്ടായിട്ടുണ്ട് എന്നതിന്റെ വ്യക്തമായ തെളിവാണ് കഴിഞ്ഞ ഒക്ടോബർ 7-ന് ഇസ്രായേലിലേക്ക് കയറി ഹമാസ് നടത്തിയ അതിഭീകരമായ ആക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരനായിരുന്ന യഹ്യ സിൻവർ. 1989-ൽ 2 ഇസ്രായേലി സൈനികരെയും സഹായികളായി കരുതിയ 4 പലസ്തീനികളെയും തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയതിന് സിൻവറെ ഇസ്രായേൽ 4 ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചു. 2 പതിറ്റാണ്ടുകൾ ഇസ്രായേലിലെ തടവറയിൽ കിടന്ന സിൻവർ അയാളുടെ മനസ്സിൽ ഊറിക്കൂടിയ കടുത്ത ഇസ്രായേലി വിരോധം മറച്ചുപിടിച്ച് ഇസ്രായേലിലേക്കുള്ള എല്ലാ സ്ഥിതിഗതികളും പഠിച്ച് വശത്താക്കുകയും തടവറയിൽ വെച്ച് ബ്രെയിൻ ട്യൂമർ ബാധിതനായ സിൻവർ ഇസ്രായേലിന്റെ ചെലവിൽ ഓപ്പറേഷന് വിധേയപ്പെടുകയും മികച്ച ചികിത്സ കൊണ്ട് രോഗമുക്തി പ്രാപിച്ച ശേഷമാണ് 2011-ൽ ഇസ്രായേൽ സൈനികനായ ഗിലാഡ് ഷാലിത്തിന് വേണ്ടി തടവുകാരെ കൈമാറ്റം ചെയ്ത 1026 പേരിൽ ഒരാളായി മോചിതനായത്. മരണകരമായ രോഗത്തിൽ നിന്ന് തനിക്ക് ചികിത്സ നൽകി രക്ഷിച്ചത് ഇസ്രായേലാണെന്ന നന്ദി പോലും കാട്ടാതെയാണ് വൃദ്ധരെയും സ്ത്രീകളെയും കൊച്ചുകുട്ടികളെയും ക്രൂരമായി കൊലപ്പെടുത്തിക്കൊണ്ട് ഒക്ടോബർ 7-ലെ ആക്രമണം സിൻവർ നടപ്പിലാക്കിയത്. അത്രമേൽ മനുഷ്യത്വം തൊട്ടുതീണ്ടാത്ത കൊടും കുറ്റവാളികളാണ് ഹമാസുകൾ. അതുപോലെ തന്നെയാണ് 1999-ൽ ഇന്ത്യ വിട്ടയച്ച കൊടും കുറ്റവാളിയായിരുന്ന മസൂദ് അസ്ഹർ. 1994 കാലഘട്ടത്തിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾക്കായി ശ്രീനഗറിലെത്തിയ ഇദ്ദേഹത്തെ അനന്ത്നാഗിനടുത്തുള്ള ഗനപാലിൽ നിന്ന് ഇന്ത്യ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും ശ്രീനഗറിലെ ബദാമി ബാഗ് കന്റോൺമെന്റ് തിഹാർ ജയിലിൽ അദ്ദേഹത്തെ തടവിലാക്കുകയും ചെയ്തു. 1995-ൽ ജമ്മു കാശ്മീരിൽ നിന്ന് 6 വിനോദസഞ്ചാരികളെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയവർ ആവശ്യപ്പെട്ടത് ഇയാളെ വിട്ടയക്കണമെന്നായിരുന്നു. ഇന്ത്യ അതിന് വഴങ്ങിയില്ല. എന്നാൽ 1999-ൽ നേപ്പാളിലെ കാഠ്മണ്ഡുവിൽ നിന്ന് ദില്ലിയിലേക്ക് പോയ എയർലൈൻസ് ഫ്ലൈറ്റ് റാഞ്ചി അഫ്ഗാനിസ്ഥാനിലെ കാണ്ഡഹാറിൽ ഇറക്കി ഇന്ത്യയുമായി വിലപേശിയാണ് താലിബാൻ മസൂദിനെ രക്ഷിച്ചത്. പുറത്തിറങ്ങിയ ആ കൊടും ഭീകരൻ പാകിസ്ഥാനിലെത്തി ജയ്ഷെ മുഹമ്മദ് എന്ന ഭീകര സംഘടന ഉണ്ടാക്കിയത് ഇന്ത്യയെ തകർക്കുക എന്ന ലക്ഷ്യം മാത്രം മുൻനിർത്തിയായിരുന്നു. പിന്നീട് ഇന്ത്യക്ക് നേരിടേണ്ടി വന്നത് ആ ഭീകര നേതൃത്വം കൊടുത്ത ഭീകരാക്രമണങ്ങളുടെ പരമ്പര തന്നെയായിരുന്നു. 2001-ലെ ഇന്ത്യൻ പാർലമെന്റ് ആക്രമണം, 2008-ലെ മുംബൈ ഭീകര ആക്രമണം, 2016-ലെ പത്താൻകോട്ട് ഭീകരാക്രമണം, 2019-ലെ പുൽവാമ ഭീകരാക്രമണം, അതങ്ങനെ നീളുകയാണ്. ഇതെല്ലാം ലോകത്തിന്റെ മുമ്പിൽ സാധനപാഠങ്ങളായി നിൽക്കുമ്പോൾ ഇത്തരം കൊടും ക്രിമിനലുകളായ ഭീകരന്മാരെ തുറന്നുവിടുന്നത് ഇസ്രായേൽ എന്ന രാജ്യത്തിന് അത്യന്തം ആപൽക്കരം തന്നെയാണ്. പ്രത്യേകിച്ച് യഹ്യ സിൻവറിലൂടെ ഒരു കഠിനമായ അനുഭവം ഇസ്രായേലിനുള്ളതുകൊണ്ട് അതീവ ജാഗ്രതയോടെ തന്നെ വേണം ഇത്തരം ഭീകരജീവികളെ തുറന്നുവിടാനെന്ന പ്രതികരണങ്ങളാണ് ഇപ്പോൾ ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും ഇസ്രായേലിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്.